ആണ്ടുവട്ടത്തിലെ 19-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് കടലിലെ ഭൂതം വള്ളത്തിലെ ദൈവം എന്നൊരു തലക്കെട്ട് കൊടുക്കാം. 4 ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 1. കടൽ. 1:1 ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന കാനാൻ ദേശത്തെ പുരാണങ്ങളിൽ കടലിൻ്റെ ദേവനാണ് യം. ഹെബ്രായ ഭാഷയിൽ യം എന്ന വാക്കിന് കടൽ എന്നാണ് അർത്ഥം. അരാജകത്വത്തിൻ്റെ ദൈവമാണ് ഈ യം എന്ന ദൈവം. ഈ സങ്കല്പത്തിൽ നിന്നാണ് കടലിനെ ഒരു തിന്മയുടെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ശക്തിയായി കാണുന്ന രീതിയിൽ ഇസ്രായേൽ സംസ്കാരത്തിലേക്ക് പടർന്നത്. 1:2 ഇസ്രായേൽക്കാർക്ക് കടൽ എന്നത് അജ്ഞാതവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ലോകമായിരുന്നു. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ഭൂതങ്ങളുടെയും അന്ധകാര ശക്തികളുടെയും ആവാസ കേന്ദ്രമായിരുന്നു. കടൽ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് എതിർനിൽക്കുന്ന അരാജകത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും ദുഷ്ടശക്തികളുടെയും പ്രതീകമായിരുന്നു. കടലിൻ്റെ ആഴങ്ങളിൽ ഭീകരജീവികളോ ദുഷ്ടശക്തികളോ വസിക്കുന്നുവെന്ന് കരുതിയിരുന്നു. പിൽക്കാലത്ത് ഇവയെ സാത്താനായും ഭൂതങ്ങളായും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. 1:3 ഇസ്രായേൽക്കാർക്ക് കടൽ എപ്പോഴും ഭീകരമായിരുന്നു. സങ്കീർത്തനം 107:23-30 വരെ. ഈ ഭീകരമായ കടലിലും യാവേ രക്ഷകനായിരുന്നു. സങ്കീർത്തനം 104:25, ജെറമ്യ 31:35. ദൈവത്തിൻ്റെ സൃഷ്ടിയായ കടലിനെ നിയന്ത്രിക്കുന്നതും യാവേ തന്നെ. നെഹമ്യയുടെ പുസ്തകം 9:6, യോന 1:9, ജോബ് 6:8. പുറപ്പാട് സംഭവത്തിലും യാവേക്ക് സമുദ്രത്തിന്മേലുള്ള ശക്തി വ്യക്തമാക്കുന്നു. പുറപ്പാട് 14:15-16 വരെ. പുതിയ നിയമത്തിലും ഈശോയ്ക്ക് കടലിനോടുള്ള അധികാരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവിക വ്യക്തിത്വം വ്യക്തമാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ. 1:4 പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇനി കടൽ ഇല്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. വെളിപാട് 21:1. അതിൻ്റെ അർത്ഥം തിന്മയുടെയും അരാജകത്വത്തിൻ്റെയും കേന്ദ്രം പ്രപഞ്ചത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. 2. വെള്ളത്തിലെ ദൈവം. വെള്ളത്തിലെ ദൈവത്തെ കാണാൻ യേശുവിൻ്റെ അടുക്കലേക്ക് നടക്കണം. അല്പവിശ്വാസത്തിന് വെള്ളത്തിലെ ദൈവം കൈ നീട്ടിത്തരുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ പിടിക്കണം. കാറ്റും കോളും ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. വെള്ളമിളകുന്നത് വിശ്വാസക്കുറവുണ്ടാകുമ്പോഴാണ്. അക്കാരണത്താൽ വെള്ളത്തിലെ ദൈവത്തിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ കൈകൾ നീട്ടി മനസ്സുകൾ തുറന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. 3. വള്ളത്തിലെ ദൈവം. യേശുവും പത്രോസും വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റു ശമിച്ചു. അവർ ദൈവപുത്രനെ ആരാധിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിത വഞ്ചിയിലുള്ളപ്പോൾ ജീവനെ നശിപ്പിക്കുന്ന മരണസംസ്കാരം അസ്തമിക്കും, യുദ്ധങ്ങൾ അവസാനിക്കും, സമാധാനം പുലരും. അങ്ങനെ ജീവിതത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും കഴിയും. അങ്ങനെ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിക്ക് നമ്മൾ രൂപം കൊടുക്കുന്നു. 4. പ്രാർത്ഥിക്കുന്ന യേശു. 4:1
പ്രാർത്ഥന ദൈവസന്നിധിയിലായിരിക്കലാണ്. 4:2 പ്രാർത്ഥന ദൈവത്തിന് നമ്മെ തന്നെ പരിശുദ്ധ മറിയപ്പത്തെ പോലെ വിട്ടുകൊടുക്കലാണ്. 4:3 ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവമക്കളുടെ ആവശ്യങ്ങളിലേക്കും അവശതകളിലേക്കുമുള്ള നമ്മുടെ യാത്രയാണ് യഥാർത്ഥമായ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ സന്ദർശനം നമുക്കിവിടെ ഓർക്കാം. 4:4 യേശു പ്രാർത്ഥിച്ചതും ശിഷ്യന്മാർ കാറ്റിനോടും കോളിനോടും മല്ലടിച്ചതും രാത്രി 3-നും 6-നും ഇടയ്ക്കാണ്. അതിനർത്ഥം രാത്രി മുഴുവൻ അവർ കാറ്റിനോടും കോളിനോടും മല്ലടിക്കുകയായിരുന്നു എന്നാണ്. 4:5 പ്രാർത്ഥനയുടെ പ്രവൃത്തിപഥം സത്കർമ്മങ്ങൾ ചെയ്യലാണ്. ഈ ലോകത്തെ ദൈവരാജ്യമാക്കാൻ ദൈവത്തോടൊപ്പം കർമ്മോത്സുകരാകലാണ്. പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥനയും നിർജ്ജീവമാണെന്ന് വിശുദ്ധ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ദൈവാനുഭവം നഷ്ടപ്പെടുന്നവർക്ക് പരിഭ്രാന്തി ഉണ്ടാകും. അവർ കിളക്കം തട്ടും. അവർ ദൈവത്തിന് പകരം ഭൂതത്തെ കാണും. അതുകൊണ്ട് ദൈവകേന്ദ്രീകൃതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ, ദൈവരാജ്യ കേന്ദ്രീകൃതമായ ഒരു ജീവനും ജീവിതത്തിനും ജീവിതശൈലിക്കും ദർശനത്തിനും രൂപം കൊടുക്കുവാൻ യേശുവിനെ നമ്മുടെ വഞ്ചിയിലേക്ക് ക്ഷണിക്കാം. യേശു ജീവിതവഞ്ചി നയിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.